നമ്മളൊരു SPF 30 മുതൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. SPF ഒരു 50 ഒക്കെ ആണെങ്കിൽ 98% നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. പിന്നെ ഇനി അടുത്ത് പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു 50 ഒന്നും എടുത്ത് വെച്ച് ഉപയോഗിക്കരുത്. നമ്മൾ ആദ്യം ഉപയോഗിക്കുമ്പോൾ ഒരു 30 ഒക്കെ വേണം ഉപയോഗിക്കേണ്ടത്. അത് ഗ്രാജ്വലി വേണം ഒരു 50ലേക്ക് ആക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ഒരിക്കലും സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഒരു മോയ്സ്ചറൈസർ ഇട്ട് അതിൻ്റെ മേളിൽ മാത്രമേ നമ്മൾ സൺക്രീം അപ്ലൈ ചെയ്യാവൂ. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു 3 മണിക്കൂർ കൂടുമ്പോഴത്തേക്കും നമ്മളത് ആപ്ലിക്കേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള സൺക്രീം എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതും, ഡ്രൈ സ്കിൻ ആണെങ്കിൽ ക്രീമി അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ളതും, ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതും, സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ മിനറൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു കാര്യം ഓർക്കുക, സെൻസിറ്റീവ് സ്കിൻ എന്നുള്ളത് ഒരു സ്കിൻ ടൈപ്പല്ല, അതൊരു സ്കിൻ കണ്ടീഷൻ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ സൺക്രീം എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ഈ വിരലിൻ്റെ ഇത്രയും ഭാഗത്ത്, അതായത് ഇത് മുതൽ ഇതുവരെ എടുത്തിട്ട് വേണം നമ്മൾ സൺക്രീം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യേണ്ടത്. അതേപോലെ നെക്കിൽ നമ്മൾ എടുത്ത് അപ്ലൈ ചെയ്യണം. ഇയറിലും പിന്നെ നെക്കിൻ്റെ ബാക്കിലും ഒന്നും നമ്മൾ ഇടാൻ മറക്കുകയും ചെയ്യരുത്. പിന്നെ നമ്മൾ ഈ മോയ്സ്ചറൈസർ സൺക്രീമും ഒക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റിയും ടെക്സ്ചറും ഒക്കെ ഗ്രാജ്വലി മാറി വരും. നല്ലൊരു ഹെൽത്തി ടെക്സ്ചറൊക്കെ ഉണ്ടാകും. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ പേജൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ലൈക്കും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.